ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അമ്മിയാർ ദോശയാണ്. ഈ ഒരു അമ്മിയാർ ദോശ എന്താ പറയുക, നമ്മുടെ സാധാരണ ദോശമാവും അടദോശയുടെയും ഒരു കോമ്പിനേഷനാണ്. ഞാൻ നേരത്തെ തന്നെ അടദോശയുടെ വീഡിയോ പണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ അമ്മിയാർ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പുഴുങ്ങലരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ്. അപ്പോൾ ഏതെങ്കിലും കഴിക്കാൻ യൂസ് ചെയ്യുന്ന അരിയാണ് നമ്മൾ പുഴുങ്ങലരി എന്ന് പറയുന്നത്. അത് ഒരു കപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആണ് ഇവിടെ കുതിർക്കുന്നത്. അപ്പോൾ അരിയുടെ കൂടെ നമ്മൾ കുതിർക്കുന്നത് വറ്റൽമുളകും കുരുമുളകാണ്. വറ്റൽമുളക് ഒരു 3-4 എടുക്കാം. ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക്, അതും ഒന്ന് കഴുകിയിട്ട് അരിയുടെ കൂട്ടത്തിൽ കുതിർക്കാനിടുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അരിയിൽ നന്നായിട്ട് വരുന്നതാണ്. ഓക്കെ, ഒരു 4-5 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർന്ന് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിനി അരയ്ക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഉഴുന്നും തുവരപ്പരിപ്പുമാണ്. ഉഴുന്ന് നമുക്ക് അമ്മിയാർ ദോശയ്ക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് തൊലിയുള്ള ഉഴുന്നാണ്. മുഴുവനായിട്ടുള്ള തൊലിയുള്ള ഉഴുന്നാണ് നമുക്ക് വേണ്ടത്. അതൊരു 1/4 കപ്പ്. പിന്നെ തുവരപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിൽ യൂസ് ചെയ്യുന്ന പരിപ്പാണ്. അതും ഒരു 1/4 കപ്പ്. രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വരും. അതും നന്നായിട്ട് കഴുകി ഞാൻ 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ തുടങ്ങണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരയ്ക്കാൻ പോകുന്നത് അരിയാണ്. കാരണം അരി നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം. ഉഴുന്നും പരിപ്പും കൂടെ നമ്മൾ ഒരു അരക്കുറ ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി, കുരുമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് ബാച്ച് അരച്ചു. രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. ഞാനിവിടെ കല്ലുപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ കുതിർക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പരിപ്പും ഉഴുന്നും കൂടെ അരച്ചെടുക്കണം. ഇതിൽ തൊലിയുള്ള ഉഴുന്ന് അരയ്ക്കുന്നതുകൊണ്ട് പേടിക്കണ്ട, അതെല്ലാം അലിഞ്ഞ് പൊക്കോളും. പിന്നെ അരയ്ക്കുന്നത് അരക്കുറയായിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അതായത് ചെറിയ തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുക്കുന്നത്. ചിലപ്പോൾ ചിലതെല്ലാം അരിഞ്ഞില്ല എന്നും വരും. അപ്പോൾ അത് കുഴപ്പമില്ല, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സാധാരണ ദോശയും അടദോശയുടെയും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഉഴുന്നും പരിപ്പും കൂടെ ചേർത്തതും നന്നായിട്ടില്ല, അരക്കുറയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട്. കായമാണ്. നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ കായം വേണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ അടച്ച് വെച്ചാൽ മതി. കാരണം ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. നമ്മൾ അരച്ച് വിത്തിൻ ഹാഫ് ആൻ അവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു 1/2 മണിക്കൂർ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഫ്ലേവേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായിട്ടൊന്ന് ഫൈനൽ മിക്സിങ് ചെയ്യാണ്. ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഈ ഒരു അമ്മിയാർ ദോശയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അമ്മിയാർ ദോശയ്ക്ക് നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദോശക്കല്ലിൽ തേക്കാനായാലും ദോശയിൽ ഒഴിക്കാനായാലും നല്ലെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാർ, ചട്നി, തക്കാളി ചട്നി, പൊടി, പഞ്ചസാര എനിക്ക് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി അടദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ലിങ്ക് ഞാൻ കൊടുക്കാം. ദോശ ഞാനിവിടെ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കാം. 3-4 മിനിറ്റിൽ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വാങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അമ്മിയാർ ദോശ റെഡിയാവും. ഞാനിവിടെ ഇന്ന് സെർവ് ചെയ്യുന്നത് തേക്കാൻ ചട്നിയുടെ കൂടെയാണ്. ഇത് വെറുതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.